ഹായ്. ഇന്ന് നമ്മൾ വീട് പണി നടക്കുന്നിടത്തോട്ടോ നിൽക്കുന്നത്. ഇന്ന് അളവെടുക്കാൻ വരുന്നുണ്ട് കാരണം ഈ ഇൻറ്റീരിയർ വർക്കുകാർ വാൾ പാനലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി വർക്കുണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനും വേണ്ടി നമ്മൾ വീട്ടിൽ വന്നതാണ്. സൺഡേ ആണ്, നമുക്ക് ഫസ്റ്റ് നോമ്പുമാണ് കേട്ടോ. അപ്പോൾ അവർ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ വന്നതാണ്. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് എഴുതാനും മറക്കരുത്. അപ്പം നമ്മൾക്കിന്ന് ഇന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. വെയിലിനാണെങ്കിൽ ഒടുക്കത്തെ ചൂടുമാണ്. വീട്ടിൽ നിന്ന് പോകുന്നു കേട്ടോ. വീട്ടിൽ അളവെടുക്കാൻ വന്നവർ അളവെടുത്ത് പോയി. അപ്പോൾ ടൗണിലേക്ക് വന്നിട്ടാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്, കുറച്ച് ബീഫും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്. അരച്ച ബീഫ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിൽ തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഓരോ കഷ്ണം പട്ടൻ്റെതും, 2 ഗ്രാമ്പു, 2 ഏലക്കായും, കുറച്ച് വലിയ ജീരകത്തിൻ്റെ ഒരു 1/4 ടീസ്പൂൺ കൂടി ഉള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ വറക്കണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത്. മുന്തിരികളും ആപ്പിൾ, പിന്നെ ഈത്തപ്പഴം, ബത്തക്ക ജ്യൂസ്, വെള്ളം, ഇതൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് നോമ്പല്ലെന്നേ. നമുക്കിന്ന് നോമ്പ് തുറക്കാനുള്ള കടികളാണ് കേട്ടോ അത്. കടികൾ അറിയാൻ മാത്രമൊന്നുമില്ല. പത്തിരി, നൈസ് പത്തിരിയും വറുത്തരച്ച ബീഫ് കറി, ഫിഷ് ഫ്രൈ, അതുപോലെ ഫിഷ് കറി ഉണ്ട് കേട്ടോ. ഇത് പരച്ചൊക്കെ ഉണ്ടാക്കിയതാണ് ഫിഷ് ഫ്രൈയും കറിയൊക്കെ. ശരിക്കും ഫിഷ് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് എടുത്ത് വെച്ചേ ഉള്ളൂ. പിന്നെ കട്ടൻ ചായയും. എണ്ണ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് നോമ്പിന് വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടോ, നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ട് വെച്ചേക്കാണ് കേട്ടോ. പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വർക്ക് ഏരിയയിലാണ് കൊടുന്ന് വെച്ചിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഇവിടെ കുറച്ച് ചകിരിയും ഇതൊക്കെ ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട്. നമ്മൾ തേങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ചകിരിയൊക്കെ ഞാൻ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അടുപ്പില്ലാത്തത് കൊണ്ട് കത്തിക്കാൻ പറ്റാറില്ല. ചിരട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. ഞാൻ വർക്ക് ഏരിയ തന്നെയാണ് ചെടിയൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം കേട്ടോ. ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചട്ടിയിൽ നട്ടിട്ട് കൊടുന്ന് വെച്ചിരിക്കുക. വലിയ വെയിൽ കൊള്ളാൻ പറ്റാത്ത ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഈ ചട്ടി കണ്ടോ, ഞാൻ ഈ ചട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഈ ചട്ടി കണ്ടോ, നല്ല ഹൈറ്റുള്ള ചട്ടി കേട്ടോ. ഇത് 14 ഇഞ്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈനിലുള്ളതാണ്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കോർണറിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു മോഡൽ ചട്ടിയാണ്. ഇത് കണ്ടോ, ഇത് 18 ഇഞ്ചാണ്. 18 ഇഞ്ച് എന്നാണ് കേട്ടോ അതിൽ കൊടുത്തിക്കണത്. പറഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് 17 ഇഞ്ചേ ഉള്ളൂ. 1 ഇഞ്ച് കുറവാണ് അവർ പറഞ്ഞതിലും. പക്ഷേ കുഴപ്പമില്ല, നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷേ നല്ല പോട്ടി മിക്സ് ഒരുപാട് വേണം ഇതിലൊക്കെ ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ വലിയ 18 ഇഞ്ച് പറഞ്ഞാൽ അതിന് ഒരെണ്ണം ഓർഡർ ചെയ്തു. ഈ 14 ഇഞ്ചിൻ്റെ 2 എണ്ണത്തിൻ്റെ ഒരു കോംബോ ആയിരുന്നു കേട്ടോ വന്നത്. അത് 2 എണ്ണം അങ്ങനെയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇൻഡോറിൽ എനിക്ക് 2-3 സ്ഥലത്ത് വെക്കാനുള്ള ഒന്ന് അഗ്ലോണിമയാണ് കേട്ടോ വെച്ചിട്ടുള്ള. ഒന്നിൽ നല്ലൊരു അഗ്ലോണിമ ചെടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്നിൽ ഇത് എന്താ സംഭവം എനിക്കറിയില്ല, ഇൻഡോർ പ്ലാന്റ് ആണ്. പിന്നെ ഒന്ന് പീസ് ലില്ലിയാണ് കേട്ടോ. ഇതൊരെണ്ണം ഒരു പാം സൈസ്, അതും അങ്ങനെ 3 എണ്ണം. ഇത് പിന്നെ ഞാൻ ഫാമിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ ഇത് 3ഉമാണ് സെറ്റ് ചെയ്യാൻ. ഇപ്പം പുതിയതായിട്ട് വെച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്, ഈ ചട്ടി കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ആന്തൂറിയ തൈകളൊക്കെ നല്ല വെയിലത്തായതുകൊണ്ട് ഇലകളൊക്കെ കരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിനെയൊക്കെ ഞാനിങ്ങനെ ഈ ഇതിലേക്ക് മാറ്റിയിട്ടോ. ഈ വെയിൽ കൊള്ളാത്ത പോലെ വർക്ക് ഏരിയയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒക്കെ പൂക്കൾ വരാൻ തുടങ്ങി. ഒരു പീച്ച് കളർ കണ്ടോ പോകുന്നു. പീച്ച് കളറല്ല, അത് പിങ്ക് കളറാട്ടോ. ഇതാണ് പീച്ച് കളർ. ഒരു പീച്ച് കളറുണ്ട് ആന്തൂറിയം. പിന്നെ നല്ല ഒരു റെഡ് ഉണ്ട്. റെഡ് പൂ വിരിയാനായിട്ട് വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല വൈറ്റും ഉണ്ട് കേട്ടോ. മെറൂണ് ഒക്കെ ഉണ്ട് ഇതിൽ. ഒക്കെ വിരിയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇതിവിടെയൊക്കെ മാറ്റിയപ്പോഴാണ് ഇതൊക്കെ ഒന്ന് പൂ വന്ന് തുടങ്ങണത്. അങ്ങനെ നമ്മളെ
കുറച്ച് ചെടിയും കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ചെടികളൊക്കെ. ഇതൊരു വെറൈറ്റി ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് ഇതൊരു 5 കളറുണ്ട് കേട്ടോ. ഇതൊരു പിങ്ക്, പിന്നെ ഈ ചട്ടിയിലുള്ളൊരു പീച്ച്, ഇതൊരു റെഡ് ആൻഡ് വൈറ്റ് കോംബോ ആണ് കേട്ടോ. രണ്ടും കൂടെ വരുന്നത് അതിൻ്റെ നടുക്ക് കണ്ടോ, നല്ല ഭംഗിയാണ്. നല്ല വളരെ വലിയ കൊത്തായിട്ടാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാകുക. ഇതും അങ്ങനെ തന്നെ. ഇപ്പോഴാണ് ഇനി മാറ്റി വെച്ചത്, ഇനി ഒന്ന് റെഡി ആകണം. ഇത് വേറൊരു ഓറഞ്ച് കളറാട്ടോ. അതുപോലെ ഇതൊരു റെഡിൻ്റെ വേറൊരു വെറൈറ്റി റെഡാണ്. അങ്ങനെ 5 കളറാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.